വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. വെൽക്കം ടു ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 16-ാം തീയതി 5-ാം മാസം 2024 രാവിലെ 7:45 ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് സ്പ്ലിറ്റ് പ്രൊഫൈലും ഇത് ഫിക്സഡ് പ്രൊഫൈലുമാണ്. ഇന്നലെ വീണ്ടും ഒരു പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോസ് പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ മുകളിലും വാല്യൂ ഏരിയയുടെ മുകളിലും ഇതിനൊക്കെ പ്രത്യേകതയുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് പ്രൊഫൈലിൽ നമുക്ക് കുറച്ചുകൂടെ. കാര്യത്തിൽ ആൾക്കാർ നോർമലായിട്ടും പറയും ഇത് വീക്ക് ക്ലോസിംഗ് ആണ്. വീക്ക് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഓപ്പണിന് താഴെ ക്ലോസായി, അതുകൊണ്ട് വീക്കാണ് എന്ന് പറയും. ഓക്കെ, വീക്കായിരിക്കാം. നമ്മളത് അവരാരെയും ക്യാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് ചെയ്യുന്ന ആൾക്കാർ അവരുടേതായ അനാലിസിസാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഈ മാർക്കറ്റ് പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് നോക്കുമ്പം ഈ പ്രൊഫൈൽ പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ 14-ാം തീയതി ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലിൻ്റെ അകത്ത് ക്ലോസ് ആവുകയും വാല്യൂ ഏരിയയ്ക്ക് മുകളിൽ ക്ലോസ് ആവുകയും പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ മുകളിൽ ക്ലോസ് ആവുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സിനാരിയോയും എപ്പോഴും നമ്മൾ നോക്കണം. ആസ് എ ഓപ്ഷൻ ബയർ രണ്ട് സിനാരിയോ നോക്കണം. ആ സൈഡിലോട്ട് നമുക്ക് ഒരു റേഞ്ച് കിട്ടും. ഒരു 500 പോയിൻറ്റിൻ്റെ റേഞ്ച് ഇന്ന് ഉണ്ട്. ഇന്നത്തെ റേഞ്ച് അങ്ങനെ റേഞ്ച് കണ്ടുപിടിക്കണം. അതായത് നമ്മളെപ്പോഴും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആൾക്കാർ ഏറ്റവും ടോപ്പിൽ പോകുമ്പോൾ നല്ല ഗ്രീൻ ക്യാൻഡിൽ പോയിക്കൊണ്ടേയിരിക്കും. ഒരു 15 മിനിറ്റിൻ്റെ ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ 5 മിനിറ്റ് നല്ല പോകുമ്പം ടോപ്പിൽ കയറി അങ്ങ് എടുക്കും. അവിടെ നിന്ന് റിവേഴ്സലാകും. എന്നിട്ട് അവർ ഇല്ല തിരിച്ചു പോകും എന്ന് വിചാരിച്ച് അങ്ങനെ ഹോൾഡ് ചെയ്യും. വലിയൊരു ലാസിൽ പോയി ചേരും. അപ്പോൾ ഈ എടുക്കുന്നത് അത് ആൾക്കാർ വേറെ റെസിസ്റ്റൻറ്റിൻ്റെ അവിടെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ അവിടെയാണ് എടുക്കുന്നതാണ് നിറച്ച ആൾക്കാർ പറയുന്നത്. അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ അവിടെ താഴെ വീഴുമ്പോൾ എടുക്കും, വീണ്ടും റിവേഴ്സലാകും. ഈ സപ്പോർട്ട് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആരും പറഞ്ഞു തരത്തില്ല. റെസിസ്റ്റൻ്റ് എവിടെയാണ് എല്ലാവരും ലൈൻ വരയ്ക്കും. നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്, എങ്കിലും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ റേഞ്ച് ഉണ്ടല്ലോ, ഈ റേഞ്ചിലാണ് ഓപ്ഷൻ സെല്ലർ കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റേഞ്ച് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഓപ്ഷൻ സെല്ലർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ലെവലുണ്ട്, ആ ലെവലിൻ്റെ അവിടെ നിന്ന് ഒരു 500 പോയിൻറ്റ് മുകളിലും 500 പോയിൻറ്റ് താഴെയും ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ആ ഒരു പൊസിഷനിൽ നിന്ന് മുകളിൽ നിന്ന് ഒരു കാൾ സെല്ല് ചെയ്തതാണ്, താഴെ നിന്നൊരു പുട്ട് സെല്ല് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇങ്ങനത്തെ സെല്ല് ചെയ്യുമ്പോൾ ഈ സെല്ലർ അവിടെ ആക്റ്റീവായിരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് റിജക്റ്റ് ആകുന്നത്. അല്ലാതെ അവിടെ ഒരു സെൽ ഓർഡറല്ല ഇട്ട് വെച്ചേക്കുന്നത്. പെട്ടെന്ന് റിജക്റ്റ് ആകാൻ കാരണം അവിടെ ഓൾറെഡി ഒരു കാൾ സെല്ലർ കാണും. സെല്ലർ അവിടെ ഓൾറെഡി ഇട്ട് ചെയ്യും. അവിടെ ആണല്ലോ, അതായത് ഓപ്ഷൻ സെല്ലറാണല്ലോ നമ്മൾ ഓപ്ഷനിൽ നോക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് ടബേന്ന് പറഞ്ഞ് റിവേഴ്സലാകുന്നത്. സോ ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ സൈക്കോളജിക്കൽ ലെവൽ 48,000-ൻ്റെ മുകളിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആവുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലത്തെ പ്രൊഫൈൽ AB പൂവർ ഹൈ അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. H ഹൈ അത് വീക്കർ ഹാൻഡ്സ് ആണ്, അവിടെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഈ AB പൂവർ ഹൈ ഈ ദിവസത്തിൻ്റെ 9-ാം തീയതി മെയ് മാസത്തിൻ്റെ ആ AB പൂവർ ഹൈ പക്ക ഈ പൂവർ ഹൈയിൽ അവിടെയാണ് വീണ്ടും അവിടെ നിന്ന് ഷോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ വീക്കർ ഹാൻഡ്സ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറൊക്കെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ പോകേണ്ടതായിട്ടുണ്ട്. അത് എക്സാക്ട്ലി ഈ ബി പീരീഡ് ഉണ്ടോ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. സോ നമുക്ക് 48,000-ന് മുകളിലാണെന്നുണ്ടെങ്കിൽ 48,300 ഈ വാല്യൂ ഏരിയ പ്ലസ് ഈ ക്ലോസ് ഈ ദിവസത്തിൻ്റെ ക്ലോസ് 7-ാം തീയതിയുടെ ക്ലോസും ഈ വാല്യൂ ഏരിയ ലോയും ഒരു റെസിസ്റ്റൻ്റാണ്. വാല്യൂ ഏരിയ ലോ അതായത് 48,300 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻ്റാണ്. അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 48,500 എന്ന് പറഞ്ഞ ഒരു ടാർഗറ്റ് മുകളിലോട്ട് നോക്കാവുന്നതാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ. ഓക്കെ, അതല്ല താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലത്തെ ഡേ ലോവിൻ്റെ താഴെ നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടണം. അക്സെപ്റ്റൻസ് കിട്ടിയാൽ ഡേ ലോയിൻ്റെ താഴെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയാൽ നമുക്ക് താഴോട്ട് ഒരു 47 ഈ വാല്യൂ ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ചെറുതായിട്ട് ഇവിടെ വോള്യൂംസൊക്കെ ഉണ്ടെങ്കിലും ഈ വീക്കർ അതായത് അനോമാലി ഉള്ള ഈ സ്ട്രക്ചറുള്ള പ്രൊഫൈല് വീക്കർ സ്ട്രക്ചറുള്ള ഈ പ്രൊഫൈൽ 13-ാം തീയതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടാർഗറ്റ് 47,400 തന്നെ താഴോട്ട് 47,700-ൻ്റെ അവിടെ നമുക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ 47,500 വേണമെങ്കിൽ നമുക്കൊരു സൈക്കോളജിക്കൽ ലെവലായിട്ട് ഇവിടെയും പിന്നെ ഈ ഒരു
ഈ ഒരു വോളിയമുള്ള ഈ വോളിയം പ്രൊഫൈലുള്ള 47,400 അവിടെ താഴോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതിന് നമുക്ക് ഇന്നലത്തെ ഡേ ലോവിൻ്റെ താഴെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയാൽ താഴോട്ട് നോക്കാം. സോ ഇത് നോക്കി വയ്ക്കുക. ഓവറോൾ നമുക്ക് 500 പോയിൻറ്റിൻ്റെ റേഞ്ച് ഉണ്ട്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം, താങ്ക് യു വെരി മച്ച്.